عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين وعلى آله وأصحابه أجمعين أما بعد. ആദരണീയരായ സഹോദരങ്ങളെ, ജൂലൈ മാസം 11-ാം തീയതി ചുട്ടുപൊള്ളുന്ന വേനലിലെ ചില ശുഭചിന്തകളാണ് UAE ജുമുഅ ഖുതുബ പങ്കുവയ്ക്കുന്നത്. ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും അവന് കൃതജ്ഞത കാണിക്കുവാനും അനുഗ്രഹങ്ങളെ വിലമതിക്കുവാനും എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നത് വത്തഖുല്ലദീ അമദ്ദകും ബിമാ തഅമലൂൻ. അള്ളാഹു നിങ്ങളെ എങ്ങനെയെല്ലാം സഹായിച്ചുവെന്ന് നിങ്ങൾക്കറിയാം. അതിനാൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. സത്യവിശ്വാസികളെ, അതിശക്തമായ ഒരു വേനൽക്കാലത്തെ നാം അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. വേനൽ എന്നത് ഒരു കാലാവസ്ഥയാണ്. അതിനു പിന്നിൽ അള്ളാഹുവിൻ്റെ ഹിക്മത്തുണ്ട്, കാരുണ്യമുണ്ട്, അനുഗ്രഹമുണ്ട്, ഔദാര്യമുണ്ട്. വേനൽക്കാലത്തെ നീണ്ട പകലുകളിൽ സമയത്തിലെ ബറക്കത്ത്, ഐശ്വര്യം നാം അനുഭവിക്കുകയാണ്. ചൂട് കൂടുമ്പോൾ മരങ്ങൾ ഫലസമ്പന്നമാവുന്നു, പഴങ്ങൾ പാകമാവുന്നു. ചൂട് അതിശക്തമാവുന്ന സന്ദർഭങ്ങളിൽ നാം നരകത്തിലെ ചൂടിനെ ഓർക്കുകയും അള്ളാഹുവിനോട് നരകാഗ്നിയിൽ നിന്ന് കാവൽ ചോദിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, നരകമോചനം നൽകി സ്വർഗത്തിൻ്റെ അവകാശികളും സ്വർഗം അനുഭവിക്കുന്നവരുമാക്കി നമ്മെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നാം ഓർക്കേണ്ടുന്ന പ്രവാചകരുടെ ഒരു നിർദ്ദേശമുണ്ട്. അതിങ്ങനെയാണ്: മൻ സഅലല്ലാഹൽ ജന്നത സലാസ മർറാത്തിൻ ഖാലത്തിൽ ജന്ന അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. ഒരാൾ 3 തവണ തുടർച്ചയായി അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നുവെങ്കിൽ സ്വർഗം അള്ളാഹുവിനോട് അള്ളാഹുവെ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് ശുപാർശ ചെയ്യുമത്രേ. വീണ്ടും പ്രവാചകർ പറഞ്ഞു: വമനിസ്തജാറ മിനന്നാരി സലാസ മർറാത്ത് ഖാലത്തിന്നാർ അല്ലാഹുമ്മ അജിർഹു മിനന്നാർ. ഇനി ഒരാൾ 3 തവണ അള്ളാഹുവിനോട് നരകത്തിൽ നിന്നു കാവൽ ചോദിച്ചാൽ അള്ളാഹുവെ അവന് നരകത്തിൽ നിന്നു കാവൽ നൽകണമേ എന്ന് നരകം അള്ളാഹുവിനോട് പറയുമെന്നും വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസികളെ, വേനൽക്കാലം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ പദ്ധതിയും സംവിധാനവുമാണ്. അതുകൊണ്ടുതന്നെ വേനലിലെ ചൂടിനെ ശപിക്കുവാനോ പഴിക്കുവാനോ നമുക്ക് സാധ്യമല്ല. അള്ളാഹു പറഞ്ഞതായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഖുദ്സിയായ ഒരു ഹദീസിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്: യുഅ്ദീനി ഇബ്നു ആദം. അള്ളാഹു പറയുന്നു, മനുഷ്യർ എന്നെ ബുദ്ധിമുട്ടിക്കുന്നു. എന്നിട്ടത് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: യസുബ്ബുദ്ദഹ്റ വ അനദ്ദഹർ. മനുഷ്യൻ കാലത്തെ കുറ്റം പറയുന്നു, ഞാനാണു കാലം. ബിയദിയൽ അംർ. എൻ്റെ കയ്യിലാണ് കാര്യങ്ങളിരിക്കുന്നത്. ഉഖല്ലിബുൽ ലൈല വന്നഹാർ. രാവും പകലും മാറ്റിമറിക്കുന്നത് ഞാനാണ്. അതുകൊണ്ടുതന്നെ ചൂടിൻ്റെ പേരിൽ അസ്വസ്ഥപ്പെടുന്നത് വിശ്വാസിക്ക് ഭൂഷണമല്ല. പ്രത്യേകിച്ച് ഇന്നു നമുക്ക് ചൂടിനെ അതിജയിക്കുവാൻ വ്യത്യസ്ത സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾക്ക് അവ നമുക്ക് സംവിധാനിച്ചു തന്ന അള്ളാഹുവിന് നാം കൃതജ്ഞതയുള്ളവരാവുകയാണ് വേണ്ടത്. വിശിഷ്യ നമ്മുടെ മുൻഗാമികൾക്ക് അത്തരം അനുഗ്രഹങ്ങളുണ്ടായിരുന്നില്ല. ഇതേ ഭൂമിയിൽ കത്തിയാളുന്ന സൂര്യനു താഴെ അവർ ജീവിച്ചു. അവർക്ക് ശീതീകരണ സൗകര്യങ്ങളോ എയർ കണ്ടീഷനുകളോ മികച്ച വാഹനങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ നഗ്നപാതരായി മണ്ണിലൂടെ നടന്നു. തണലുകൊള്ളാൻ മരങ്ങൾ പോലും അന്നു വേണ്ടത്രയുണ്ടായിരുന്നില്ല. എന്നിട്ടും അവർ അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തരായി സന്തോഷപൂർവ്വം ജീവിച്ചു. അള്ളാഹു പറഞ്ഞതുപോലെ വസ്സാബിരീന അലാ മാ അസാബഹും. വന്നു ഭവിച്ചതിലെല്ലാം അവർ ക്ഷമ കൈക്കൊണ്ടു. സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് അവർ കൃതജ്ഞത പ്രകടിപ്പിച്ചു. ജീവിതത്തിൽ കഠിനാധ്വാനശാലികളായി കർമ്മങ്ങൾ പൂർത്തിയായി നിർവഹിച്ചു. നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങളിൽ അവരെക്കുറിച്ചോർക്കാം. അള്ളാഹു നമുക്ക് ചെയ്തു തന്നിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ സ്മരിക്കുകയും ചെയ്യാം. അള്ളാഹുവിൻ്റെ ഹിക്മത്തിന് വിധേയപ്പെടാം.
അള്ളാഹു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ളിലാല വജഅല ലക്കും മിനൽ ജിബാലി അക്നാന വജഅല ലക്കും സറാബീല തഖീകുമുൽ ഹർറ വസറാബീല തഖീകും ബഅസകും കദാലിക യുതിമ്മു നിഅമതഹു അലൈക്കും ലഅല്ലക്കും തുസ്ലിമൂൻ. അള്ളാഹു അവൻ സൃഷ്ടിച്ച നിരവധി വസ്തുക്കളാൽ നിങ്ങൾക്കു തണലുണ്ടാക്കി. പർവ്വതങ്ങളിൽ അവൻ നിങ്ങൾക്ക് അഭയസ്ഥാനങ്ങളുണ്ടാക്കി. നിങ്ങളെ ചൂടിൽ നിന്നു കാത്തുരക്ഷിക്കുന്ന വസ്ത്രങ്ങൾ അവൻ നിങ്ങൾക്കു നൽകി. യുദ്ധവേളയിൽ നിങ്ങൾക്കു സംരക്ഷണമേകുന്ന കവചങ്ങളും അവൻ പ്രദാനം ചെയ്തു. ഇങ്ങനെ അള്ളാഹു തൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു, നിങ്ങൾ അനുസരണയുള്ളവരും വിശ്വാസികളുമാവുന്നതിനു വേണ്ടി. ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർളി റബ്ബിൽ ആലമീൻ. അതുകൊണ്ട് ലോകങ്ങളുടെ മുഴുവൻ രക്ഷിതാവായ ആകാശഭൂമികളുടെ ഉടയവനായ അള്ളാഹുവിനാണ് സർവസ്തുതികളും. അതോടൊപ്പം ഈ മഹത്തായ രാജ്യത്തിനും അതിൻ്റെ ആദരണീയ നേതൃത്വത്തിനും പ്രാർത്ഥനാനിർഭരമായ കൃതജ്ഞതയും നാം രേഖപ്പെടുത്തുകയാണ്. കാരണം അവർ നമുക്ക് വേണ്ട സംവിധാനങ്ങളും സജ്ജീകരണങ്ങളുമെല്ലാം ഒരുക്കിത്തരുകയും നമ്മുടെ വേനലിനെ ശൈത്യകാലം പോലെ അതിസുന്ദരമാക്കുകയും ചെയ്തു. സത്യവിശ്വാസികളെ, നമ്മുടെ മഹത്തായ രാജ്യം വേനൽക്കാലത്ത് നമുക്കോരോരുത്തർക്കും ആവശ്യമായ വിവിധ സംവിധാനങ്ങളും പദ്ധതികളും പരിപാടികളും ആവേശപൂർവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് സമൂഹത്തിനാകമാനം ഉപകാരപ്രദമാണ്, നമ്മുടെ മക്കൾക്ക് സുരക്ഷിതമാണ്, അവരുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ഏറെ മുൻതൂക്കം നൽകുന്നവയുമാണ്. എത്രയോ സ്ഥലങ്ങളിൽ അവധിക്കാല കേന്ദ്രങ്ങൾ തുറന്നിരിക്കുന്നു. ഖുർആൻ സദസ്സുകൾ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളികളിലെല്ലാം ദിക്ർ, ദുആ സദസ്സുകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ നാം ശ്രദ്ധാലുക്കളാവുകയും നമ്മുടെ മക്കളെ അത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുക. എത്ര വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് നാം ഉൾക്കൊള്ളുക. ഈ വേനലവധിക്കാലത്ത് നമ്മുടെ മകൻ വിശുദ്ധ ഖുർആനിലെ 1-2 ജുസ്ഉകൾ മനഃപ്പാഠമാക്കുകയോ അല്ലെങ്കിൽ അത് സുന്ദരമായി പാരായണം ചെയ്യാൻ പഠിക്കുകയോ ചെയ്താൽ അതുവഴി വലിയ പ്രതിഫലമാണ് നമ്മെ കാത്തിരിക്കുന്നത്. മക്കൾ എങ്ങനെയാണ് വുളൂ ചെയ്യുന്നത്, എങ്ങനെയാണ് നിസ്കരിക്കുന്നത്, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നത്, അവരുടെ സ്വഭാവങ്ങൾ പരിപോഷിപ്പിക്കുന്നത് എന്നെല്ലാം നാം നിരീക്ഷിക്കേണ്ടതുണ്ട്. മാത്രമല്ല, നമ്മുടെ മക്കൾക്ക് ആനന്ദിക്കുവാനും ഉല്ലസിക്കുവാനുമുള്ള അവസരങ്ങളും നാം മറന്നുപോകരുത്. ഈ സുന്ദരമായ രാജ്യത്ത് വിവിധങ്ങളായ സൗകര്യങ്ങളും സന്ദർശന കേന്ദ്രങ്ങളും നമുക്ക് സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം കേന്ദ്രങ്ങൾ മക്കളുമൊത്ത് നാം സന്ദർശിക്കണം, മനസ്സിന് ആനന്ദം കൈവരിക്കണം. ഈ വേനൽക്കാലം കഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കൈകൾ ശൂന്യമായി പോകരുത്. എന്തെങ്കിലും തരത്തിലുള്ള ഒരു നൈപുണി, എന്തെങ്കിലും ഒരു പുതിയ അറിവ് നാം നേടിയിരിക്കണം. അതേസമയം നമ്മുടെ ശരീരത്തിനും കായിക വ്യായാമത്തിനും വേണ്ടിയും നാം അല്പസമയം മാറ്റിവെക്കേണ്ടതുണ്ട്. പ്രവാചകർ പഠിപ്പിച്ചതുപോലെ ഫഇന്ന ലിജസദിക അലൈക ഹഖ, നമ്മുടെ ശരീരത്തോടും നമുക്ക് ബാധ്യതയുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.